ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ശാലിനിക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ശാലിനിയോട് പറയാണ്, ഞാൻ വരികയാണ് ശാലിനി എന്ന് പറയാൻ കേട്ടോ. ഈ സമയം ശാലിനി പറയാണ്, വേണ്ട വിഷ്ണു കേട്ടോ, 2 ദിവസമല്ലേ ഉള്ളൂ, എന്താ 2 ദിവസത്തിൻ്റെ കണക്ക്, അതല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം തീരാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. ക്ഷാമ പ്രസവിക്കാരായില്ലേ, ക്ഷാമ പ്രസവിക്കാരായി എന്ന് വെച്ചിട്ട് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? എത്ര ദിവസങ്ങളായി ഞാൻ നിന്നെ കാണാതിരിക്കുന്നത്. എന്താ വിഷ്ണു കേട്ടോ, ആ പറഞ്ഞ വാക്ക് അത് തെറ്റിക്കണ്ട, അത് പ്രശ്നമാവും, അതുകൊണ്ട് വിഷ്ണുവേട്ടൻ വരണ്ട എന്ന് പറയാം കേട്ടോ. ഈ പറയുമ്പോഴേ ശാലിനി തൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നുണ്ട്. തനിക്ക് വിഷ്ണുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, കുഞ്ഞ് താൻ ഗർഭിണിയാണെന്നുള്ള സത്യം വിഷ്ണുവേട്ട അറിയാം, അതുകൊണ്ട് വേണ്ട എന്ന് വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടമാണോ തന്നെ എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ ഷാലിനി അയ്യോ ഇനി പറഞ്ഞോ, എൻ്റെ കുഞ്ഞ് എന്ന് ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ പിടിക്കുകയാണ്. എന്താ ഇത്ര വല്ലാത്ത പ്രധാന ഘട്ടമെന്ന് ചോദിക്കുമ്പോൾ ഷാലിനി പറയാണ്, അതെ നമ്മുടെ വിഷ്ണു പറയാണ്, എടോ താനൊരു IAS ട്രെയിനിങ്ങിന് പോകാനുള്ള ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഷാലിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഷാലിനിക്ക് സന്തോഷം കൊണ്ട് വാക്കുകളില്ല, പറയാനില്ല, അത്രയും വലിയ സന്തോഷം. എന്നാൽ അത് തനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഷാലിനി പറയണത് എന്നാലും വേണ്ട വിഷ്ണുവേട്ടൻ വരണ്ട എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടോണ്ട് തന്നെ അതെന്താടോ താൻ തൻ്റെ ഈ ഒരു IAS പദവി കിട്ടും വരെ എല്ലാ ഘട്ടങ്ങളിലും നീ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, എന്നാൽ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നീ എന്നെ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനം എടുത്തത് ഇപ്പോൾ ഞാൻ വേണ്ടെന്ന് ആയോ എന്ന് പറയുമ്പോൾ അയ്യോ വിഷ്ണുവേട്ട അങ്ങനെയൊന്നുമില്ല എന്ന് പറയണേ. എന്നാൽ തനിക്ക് എന്നെ കണ്ടേ പറ്റുള്ളൂ, ഈ ഒരു ലാസ്റ്റ് ഘട്ടം എനിക്ക് തരണം, അതുകൊണ്ട് നിന്നെ ഞാൻ കാണാൻ ഇപ്പോൾ വരുമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി വിഷ്ണുവേട്ട എന്ന് പറയട്ടോ. എന്നാൽ ഞാൻ 2 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറയണേ. ഇതേ സമയം അയ്യോ ഇവിടെ CCTV ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ വിഷ്ണുവേട്ട ഇവിടെ എത്താറായിട്ടാണ് വിളിച്ചത്. ഞാൻ എത്താറായിട്ടാണ് വിളിച്ചത്, 2 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ കുടുംബശ്രീ ഹോട്ടലിലോട്ട് വന്നാൽ മതി എന്ന് പറയട്ടോ. എന്നാൽ ശരിയെന്ന് പറയണേ. അങ്ങനെ അവിടെയാണ് CCTV ഇല്ലാത്തത് എന്നും പറയണേ. അങ്ങനെ വിഷ്ണു അവിടെ എത്തുന്നു കേട്ടോ. വിഷ്ണു വണ്ടി ഇറങ്ങുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിൽ പുറത്ത് നിന്നും ഷാലിനി ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഷാലിനി അതിനുള്ളിലോട്ട് കയറണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിൻഡോ വരമ്പ് പോലെയാണല്ലോ, അങ്ങനെ ജയിലിൽ നിന്ന് കാണുന്ന അതേ അതിർവരമ്പ് പോലെ അങ്ങ് ഇട്ടതുപോലെയാണല്ലോ കുടുംബശ്രീ ഹോട്ടലിൻ്റെ പട്ടികയൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ ഷാലിനി വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു കാണുന്നത് ഷാലിനി അകത്ത് നിന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഷാലിനിയോട് ചോദിക്കുക, എന്തിനാ താനേ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്, എന്നെ പേടിച്ചിട്ടാണോ? സത്യം പറഞ്ഞാൽ വിഷ്ണുവേട്ടനെ പേടിച്ച് തന്നെയാണ് ഞാനത് പൂട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടിയിട്ടോ. എന്തിനാടോ താനത് പൂട്ടി, ഞാനും നീയും എത്ര നാളായിടോ കണ്ടിട്ട്, എത്ര ദിവസങ്ങളായിടോ തന്നെ കണ്ടിട്ട്, എന്നിട്ട് തന്നെ കാണുമ്പോൾ ഒരു അതിർവരമ്പ് പോലെ കാണുക എന്ന് പറയുമ്പോൾ അതെനിക്ക് താങ്ങുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഷാലിനിയെ നോക്കുമ്പോൾ ഷാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കാനായിട്ട്. അങ്ങനെ തൻ്റെ കുഞ്ഞ് ഇങ്ങനെ തൊട്ടിട്ടാണ് വിഷ്ണു ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഷാലിനി ഇതൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഷാലിനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയം വിഷ്ണു എടോ എത്ര നാളായി തന്നെ കാണാൻ ഞാൻ കൊതിച്ചിരുന്ന ഈ ദിവസം, ഇനിയെങ്കിലും ഇനി ഈ ഡോർ തുറക്കുക, അതിൻ്റെ ചാവി എവിടെ ഇങ്ങ് തായോ എന്ന് പറയുമ്പോൾ ഷാലിനി ചാവി എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. വിഷ്ണു കേട്ടോ ഇതാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നീ എന്നെ പേടിച്ചിട്ടാണ് ഈ ചാവി ഇട്ട് പൂട്ടിയിരിക്കുന്നത്. അതെ എനിക്ക് വിഷ്ണുവേട്ടനെ അല്ല പേടി, എന്നെയാണ് എനിക്ക് പേടി. എത്ര സ്ട്രോങ് ആണെങ്കിലും ചില സമയത്ത് വിഷ്ണുവേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിടിവിട്ടു പോകും, അതുകൊണ്ട് സത്യാമ്മ കൊടുത്ത വാക്ക് അത് തെറ്റിക്കാൻ പാടില്ല, അതാണ് എൻ്റെ മനസ്സിലെ ഏക ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും എല്ലാവരുടെ വാക്കാണ് വലുത്, എന്നാൽ നമ്മുടെ ജീവിതം ആരും നോക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. ഇതേ സമയം വിഷ്ണു പറയണേ, ഈ അതിർവരമ്പ് നീ ഓർക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തലേണ വെച്ച് ഷാലിനി വിഷ്ണുവിനോട് പറഞ്ഞത് ഇതിനപ്പുറം അങ്ങോട്ടും കടക്കാൻ പാടില്ല എന്ന് തൻ്റെ വീട്ടിൽ വെച്ച് ആ പറഞ്ഞ രംഗവും, അതുപോലെ തന്നെ ഈ IAS പദവി കിട്ടുമ്പോൾ തനിക്ക് ഞാൻ ഈ കുടുംബശ്രീ ഹോട്ടലിൽ എത്ര ദിവസങ്ങൾ എൻ്റെ വണ്ടി വന്ന് കാവലിരുന്നിട്ടുണ്ട്, അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഓർക്കുന്നുണ്ട് വിഷ്ണുവേട്ട. എന്ത് ചെയ്യാൻ, എൻ്റെ വിഷ്ണുവേട്ടനെ ഇപ്പോൾ നേരിട്ട് ആ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം പിടിച്ച് കരഞ്ഞ് ഒന്ന് എനിക്ക് നെഞ്ചത്ത് ഇറക്കി വെക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പോൾ നമ്മുടെ ജീവിതം, നമുക്ക് എല്ലാവരുടെയും ജീവിതം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനോട് ഈ കുഞ്ഞിൻ്റെ കാര്യം പറയാത്തതെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു പറയാടോ ഞാൻ തന്നോടൊരു കാര്യം പറയട്ടെ, ചില പെണ്ണുങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരോട് ഭാര്യമാർ ഗർഭിണിയായിക്കഴിഞ്ഞാൽ പിന്നീട് സ്നേഹം ഉണ്ടാവില്ല എന്ന്. പറയുമ്പോൾ വിഷ്ണു ആ വാക്കങ്ങ് പറയുമ്പോൾ ഷാനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താ വിഷ്ണുവേട്ട ഈ സമയത്ത് ഇങ്ങനെ പറയാൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ, അല്ല തൻ്റെ കാര്യം പറയാടോ, നമുക്കും ഉണ്ടല്ലോ സ്വപ്നങ്ങൾ, നമുക്കും ഉണ്ടാവുമല്ലോ കുഞ്ഞു, ആ കുഞ്ഞു സ്വപ്നം, നമ്മുടെ കുഞ്ഞെന്ന സ്വപ്നം, താൻ ഗർഭിണിയായ തനിക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണുവിനോട് ഷാലിനി പറയണേ, എനിക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞിനോട് മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ
ഇങ്ങനെ തലോടുകയാണ് കേട്ടോ. അപ്പോൾ ഈ തലോടുമ്പോൾ വിഷ്ണു അതെന്താ തനിക്ക് അങ്ങനെയെന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എൻ്റെ വിഷ്ണുവേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈകൾ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ സംഭവം ഒന്നും വിഷ്ണുവിന് മനസ്സിലാവുന്നില്ല. എന്നാൽ ശാലിനി തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. പക്ഷേ ഈ വരമ്പ് കൊണ്ട് തന്നെ അധികം കരച്ചിൽ കാണുന്നില്ല വിഷ്ണു. അങ്ങനെ വിഷ്ണു ശാലിനി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷ്ണു പറയണേ, എടോ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കുണ്ട് സ്വപ്നങ്ങൾ. ഈ സ്വപ്നം പൂവണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് വേണം. ആ കുഞ്ഞിനെ പിന്നീട് നീ ഗർഭിണിയാവുക, ആ കുഞ്ഞിനോട് ഓരോരോ കാര്യങ്ങൾ പറയാം, ഇന്ന ഹോസ്പിറ്റലിൽ കാണിക്കുക, പിന്നീട് നീ നിറവേറാകുമ്പോൾ നിന്നെ കൊണ്ടുപോകുന്ന ആ രംഗം, നീ വേദന അനുഭവിക്കുന്ന ആ രംഗം, ആ പ്രസവ വേദന എന്ന് പറയുന്നത് വലിയ വേദനയാണ്. അപ്പോൾ നിൻ്റെ കൂടെ ഞാനുണ്ടാവും എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടോ എന്ന് പറയുമ്പോൾ ഷാലിനിക്ക് പ്രസവ വേദന തുടങ്ങിയിട്ടോ. അങ്ങനെ ഷാലിനി വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ, എന്താടോ എന്തിനാണ് താൻ വിളിച്ചത്? വിഷ്ണുട്ടാ മതി, എനിക്ക് ഉറക്കം വന്നിട്ട് വിളിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. അതിനെന്താടോ താൻ ഉറങ്ങിക്കോടോ, വാതിൽ തുറക്കും, ഞാനിവിടെയുണ്ട്. അപ്പോൾ തന്നെ ഷാലിനി പറയാം, അത് വേണ്ട വിഷ്ണുട്ടാ, വിഷ്ണുട്ടും പോയിക്കോ, എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്, എന്നാലും തന്നെ ഒന്ന് നേരിൽ കാണാൻ എനിക്ക് പറ്റിയില്ലടോ, താൻ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ, അത് വേണ്ട വിഷ്ണുട്ടാ. അപ്പോൾ വിഷ്ണു പറയണേ, എല്ലാവർക്കും എല്ലാവരുടെ വാക്കാണല്ലോ പ്രാധാന്യം, മറ്റുള്ളവരുടെ വിഷമമൊന്നും ആരും നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ വിഷ്ണു ശാലിനി ഇറങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടി വിഷ്ണു കാറിൽ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ശാലിനി ആണെങ്കിലോ ആ വിഷ്ണു പോകുന്ന ആ സങ്കടവും തൻ്റെ പ്രസവവേദനയുടെ ആ വേദനയും സഹിക്കാനാവാതെ ശാലിനി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു ആ ആ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓരോ അടിയും മുന്നോട്ട് വെക്കുകയാണ് കേട്ടോ. ഈ സമയം സത്യഭാമയെയും രോഹിത്തിനെയും കാണിക്കുന്ന മീറ്റിംഗ് കഴിയാൻ വല്ലാതെ നേരം വൈകി. ഇന്ന് പകൽ പോകേണ്ടതായിരുന്നു ക്ഷാമയെ. 2 ദിവസം കഴിഞ്ഞാൽ ക്ഷാമയുടെ ഡെലിവറിയാണ്. എന്തായാലും ഇന്ന് തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിനെന്താ ഇന്ന് തന്നെ എല്ലടാ, നീ അങ്ങോട്ടേക്ക് വണ്ടി എടുക്കുക, ഇന്ന് തന്നെ പോകണം, ഇപ്പോൾ തന്നെ കൊണ്ടുപോകണം ക്ഷാമയെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ വണ്ടി തിരിക്കുന്നുണ്ട്. എന്നാൽ ശാലിനി ആണെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിൽ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ശാലിനി കമിഴ്ന്നടിച്ച് അവിടെ അങ്ങ് വീഴാൻ കേട്ടോ. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ചാവിയും മൊബൈലും തൻ്റെ ആ ഒരു പേപ്പറൊക്കെ അങ്ങ് മിസ്സായി പോവാണ്. അങ്ങനെ ശാലിനി വേദന സഹിക്കാനാവാതെ വേദന കൊണ്ട് ആ ചാവി എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശാലിനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശാലിനി ആ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് തന്നെ നല്ല ഇരുട്ടും നല്ല മഴയും നല്ല ഇടിവെട്ടും ഒക്കെ ആവുന്നത് കൊണ്ട് വിഷ്ണുവിനെ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ വിഷ്ണു പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറുകയാണ്. അങ്ങനെ വിഷ്ണു വണ്ടി എടുത്ത് പോവാണ്. അപ്പോഴും ശാലിനി ഇറങ്ങുന്നില്ല. ശാലിനി ആണെങ്കിലും നിലത്ത് ഇങ്ങനെ കിടന്ന് ഉരുളാണ്. പ്രസവവേദന കൊണ്ട് തന്നെ ശാലിനിക്കൊന്നും എണീക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ഈ സമയം ശാരദാമ്മയാണെങ്കിലോ ശ്യാമയുടെ വയറ്റത്ത് ഇങ്ങനെ ബെൽറ്റ് വെച്ച് കെട്ടുകയാണ്. അപ്പോൾ എന്തിനാ അമ്മ ഈ വയറ് കെട്ടുന്നത്? എടി സത്യാമ്മ, നിനക്ക് ഡേറ്റ് എടുത്തു, ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് കയറി വരും, അത് അർദ്ധരാത്രിയോ അർദ്ധരാത്രിയും വന്നേക്കാം, നീ ഇത് കെട്ടിയേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കുഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ശാലിനിയാണ് തീരുമാനിക്കുന്നത്, നീയല്ല എന്ന് പറയട്ടോ. അല്ല നമ്മുടെ കുഞ്ഞേച്ചി എവിടെയെന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പറഞ്ഞത് ശരിയാണല്ലോ, നമ്മുടെ ശാലിനി മോൾ എവിടെ, അവളെ കാണാനില്ലല്ലോ, അവളെവിടെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നടക്കണിട്ട്. അപ്പോൾ കാണുന്നില്ല. അപ്പോൾ ശ്യാമ പറയാം ഉള്ളിലില്ലല്ലോ. അപ്പോൾ ശാരദാമ്മ പറയും പിന്നെ അവളെവിടെ പോയി. അപ്പോൾ ഉടൻ തന്നെ പറയാണ് ശ്യാമ പറയണേ, കുഞ്ഞേച്ചി ഒന്നും പകൽ പോലും പുറത്ത് പോവാത്ത ഈ കുഞ്ഞേച്ചി ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങനെ ശാലിനിയെ ഇങ്ങനെ തിരക്കാണ് കേട്ടോ. എന്നാൽ ശാലിനി ആണെങ്കിലോ വേദന സഹിക്കാനാവാതെ ശാലിനി ഇങ്ങനെ കെട്ടുന്ന പുളയാണ്. ആ ഒരു കുടുംബശ്രീ ഹോട്ടലിൽ ചാവി അപ്പുറത്ത് കിടക്കുന്നു. ഇതേപോലെ തൻ്റെ കയ്യിലുള്ള ആ ഒരു IASന് പോകാനുള്ള ആ ഒരു ലെറ്റർ അവിടെ താഴെ കിടക്കുന്നു. വിഷ്ണു ആണെങ്കിൽ ഒന്നും അറിയാതെ വണ്ടിയും കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നാളെ ശാലിനിയുടെ പ്രസവമാണ്. ആ പ്രസവത്തിലാണ് ഇനിയൊരു ഡിസ്റ്റ് വരാനിരിക്കുന്നത്. ഇതേ സമയം ശാലിനി പോകുന്നത് വിഷ്ണുവിൻ്റെ കാറിൽ തന്നെയാണ് കേട്ടോ. ശാലിനി പോകുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ സ്വപ്നം പോലെ തന്നെ, വിഷ്ണു പറഞ്ഞ ആ വാക്കുകൾ പോലെ തന്നെ തൻ്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകൊണ്ട് താനായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതൊക്കെ ഞാൻ പോവാണ് കേട്ടോ.